ഫലമുള്ള വൃക്ഷത്തിന് ഏറ് ലഭിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു മാവ്, അതിൽ ധാരാളം ഫലമുണ്ടെങ്കിൽ വഴിയെ പോകുന്ന എല്ലാവരും കല്ലുകൊണ്ടെറിയും, കമ്പുകൾ ഒടിച്ച് എറിയും. എന്തുകൊണ്ടാണ്? ആ മാവിൽ ധാരാളം ഫലമുള്ളതുകൊണ്ടാണ്. പ്രിയരെ, നമ്മയും ഇതുപോലെ ആളുകൾ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മിൽ ഒരു ഫലമുണ്ട്. ഒരു വേദിയിൽ നമ്മൾ പാട്ട് പാടുന്നു എന്ന് കരുതുക. പാട്ട് പാടിയ കൂട്ടത്തിൽ ആദ്യത്തെ 2-3 വരികൾ രസകരമായി നമ്മൾ പാടിയെന്ന് ചിന്തിക്കുക. മറ്റൊരു വരി പാടുമ്പോൾ ആ ലൈൻ തെറ്റിയെന്ന് കരുതുക. നിശ്ചയമായിട്ടും അവിടെ ഇരിക്കുന്നവർ പരിഹസിക്കും. ആ പരിഹസിക്കുന്ന വ്യക്തിയോട് വേദിയിൽ വന്നൊന്ന് പാടാൻ പറഞ്ഞാലോ, അവരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. എന്തുകൊണ്ടാണ് പരിഹസം ഉണ്ടായത്? നമ്മിൽ പാടാനുള്ള ആ കഴിവ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടോ? പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും നിന്ദകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കണം. നമ്മുടെ നാട്ടിലെ മാവ് ഈ വർഷം നന്നായി ഫലം ഉണ്ടായി, ധാരാളം ഏറുകൾ അതിന് ലഭിച്ചു. അതുകൊണ്ട് അടുത്ത വർഷം ഫലം തരാതിരിക്കില്ല, അടുത്ത വർഷവും ഫലം നൽകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഹാസമോ ഒരു നിന്ദയോ ഒരു ഒറ്റപ്പെടലോ ഉണ്ടായാൽ മനസ്സിലാക്കണം, നമ്മിലൊരു ഫലമുണ്ട്. അതുകൊണ്ട് പുറകിലേക്ക് പോവുകയല്ല, വീണ്ടും അധിക ഫലം കായ്ക്കുവാനായിട്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ് ശ്രമിക്കേണ്ടത്.